അപ്പോൾ ഹായ് എവരി വൺ, എല്ലാവർക്കും CERA വോളം ഫോണിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്ന ഒരു ഏരിയ ആണ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കിച്ചണിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കിച്ചൺ സിങ്ക്. അപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് 3 ടൈപ്പാണ്. ഒന്ന് നമ്മൾ SS, പിന്നെ ഹാൻഡ് മെയ്ഡ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് കോഡ്സ് എന്നുള്ളത്. അപ്പോൾ SS വരുന്ന സമയത്ത് ഈ ഒരു മോഡല് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലായിരിക്കും ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതൊരു കോട്ടിംഗ് ആണ്. ഇത് നമ്മൾ പണി കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ സ്റ്റീല് SS ആയിരിക്കും. അതായത് ഇത് നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ്. അതായത് ഇത് ഓരോ പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഏരിയയിലേക്ക് നോക്കണ്ട. ഇനി ഈ സ്റ്റീലിനൊന്നും വരാനില്ല. ഇത് തുരുമ്പ് പിടിക്കില്ല. അതുപോലെ തന്നെ ഇത് ഇനി പൊട്ടാനോ അങ്ങനെയുള്ള ഒരു സംഭവം ഇതിന് നടക്കില്ല. SS എന്നുള്ള മോഡല് കളർ ഫെയ്ഡാവേ ഇനി തുരുമ്പ് പിടിക്കേ ഇനി അതിൻ്റെ സൈഡിൽ ഇതിപ്പോൾ ഓവലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ ഐക്ക് പിടിച്ചിരിക്കണ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏറ്റവും ഹൈജീനായിട്ട് തന്നെ നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് SS എന്നുള്ള മോഡല്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിനൊരു സൗണ്ട് പ്രൂഫിംഗ് ആയിട്ട് ഒരു റബ്ബർ ഷീറ്റ്, ഇതൊരു സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ് ഈ സാധനം. അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാവരും ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏത് മോഡൽ വന്നാലും ഇതിൻ്റെ അത്ര ഡ്യൂറബിലിറ്റിയും ഇതിൻ്റെ അത്ര നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടിയും ഒന്നും കിട്ടില്ല. ഇതാണ് ലുക്ക് വൈസ് അല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സിങ്ക് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതും ഈ മോഡലിനാണ്. അപ്പോൾ ഈ മോഡല് മെഷീൻ മെയ്ഡ് ആണെങ്കിൽ ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷിലായിരിക്കും വരാൻ. അതുപോലെ തന്നെ ഇതിലും അതേപോലെ തന്നെ നമ്മളെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗാർഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നമ്മൾ ഊരിക്കളയാം. അതായത് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിങ്കിനൊരു സ്ക്രാച്ചോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാർഡ് സിങ്കിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. പിന്നെ ഇത് 10 ഇഞ്ച് ഡെപ്തിലാണ് ഉണ്ടാവുക. നമ്മൾ അടുക്കള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ 8 ഇഞ്ചിൻ്റെത് എടുക്കണതിന് കുഴപ്പമില്ല, കഴിയുന്നത് 9 ഇഞ്ച് എടുക്കുക. ഇനി 10 ഇഞ്ചാണ് ഡെപ്ത് ഉള്ളത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ മോഡൽ 10 ഇഞ്ചിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ മോഡൽ 9 ഇഞ്ചായിരിക്കും. 9 ഇഞ്ച് എന്തായാലും നിങ്ങൾ 9 ഇഞ്ച് എടുക്കണം. അതിൽ കൂടാന്നല്ലാതെ കുറയാൻ നിൽക്കണ്ട. അപ്പോൾ അത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചാകുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ്. ഇത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചാവുന്ന സമയത്ത് കുറച്ചും കൂടി അധികം പാത്രങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഹാൻഡ് മെയ്ഡ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കോർണറൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഷവർ പോലുള്ള സിങ്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് വൃത്തിയാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ആക്സസറീസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഈ കഴിഞ്ഞിട്ടൊന്ന് വെള്ളം പോകാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേസ്റ്റ് കപ്ലിംഗ് ആണിത്. ഈ ഒരു ഇതെന്തിനാ വെച്ചാൽ ഇതിലെന്തെങ്കിലും CERA അടിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാം, അങ്ങനെ തന്നെ വെക്കാനുള്ളതാണ്. ഇതിലും വേസ്റ്റ് കപ്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത് 10 ഇഞ്ച് ഡെപ്ത് ഉണ്ടാവും. 10 ഇഞ്ച് ഡെപ്ത് ഉള്ളത് ഏറ്റവും ബെസ്റ്റാണ്. 9 ഇഞ്ച് മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഹാൻഡ് മെയ്ഡ് മറ്റേ മോഡലിനെക്കാട്ടി കുറച്ചും കൂടി അധികം സൗണ്ട് പ്രൂഫിങ്ങിലായിരിക്കും ഉണ്ടാവുക. അതായത് ഈ റബ്ബർ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ടുള്ളതാണ്. സൗണ്ട് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വെക്കുന്ന സമയത്ത് അധികം ശബ്ദം ഉണ്ടാവാണ്ടൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബർ ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഇതിന് ചുറ്റും അതുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് പ്രൂഫിംഗ് ആയിരിക്കും ഈ ഒരു സിങ്കിന്. ഈ ഒരു സിങ്കിന് താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ വെള്ളം വെക്കുന്ന സമയത്ത് ഓരോ സൗണ്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി, സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ സിങ്ക് വെക്കുന്ന സമയത്ത് ഗ്രാനൈറ്റ് എപ്പോഴും സിങ്കിൻ്റെ മുകളിലായിട്ടുള്ള രീതിയിൽ വെക്കാം. അതായത് ഒരിക്കലും താഴെ വെക്കരുത്. താഴെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ വല്ല വൈറ്റ് സിമെൻ്റ് ഒക്കെ ഇട്ടിട്ടായിരിക്കും അടിക്കുക. അതിൻ്റെ ഇടയിൽ ഐക്ക് വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് സിമെൻറ്റ് പോകും. അപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ താഴേക്ക് എത്തും. അപ്പോൾ ഗ്രാനൈറ്റ് എപ്പോഴും സിങ്കിൻ്റെ ടോപ്പിലായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള വെള്ളം ഡയറക്റ്റായിട്ട് സിങ്കിലേക്ക് വന്നോളും. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാനൈറ്റ് എപ്പോഴും സിങ്കിൻ്റെ മുകളിൽ വെക്കാൻ പറയാം പണിക്കാരോട്. പിന്നെ വരുന്ന മോഡലാണ് കോഡ്സ് എന്നുള്ള മോഡൽ. കോഡ്സ് എന്നുള്ള മോഡൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ എല്ലാവർക്കും പരിചയമായി വരുന്നുള്ളൂ. അപ്പോൾ ഈ മോഡൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, ഇത് നമ്മളെ പൗഡർ ചെയ്ത ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ
ഇതിന്റെ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 മോഡലും നമുക്ക് സ്റ്റീൽ ഐറ്റാണ് കിട്ടുക. അത് രണ്ടും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. അതായത് ബ്ലാക്കിലും വൈറ്റിലും അതുപോലെ ഐവറി, ബ്ലൂ എല്ലാ കളറിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കൗണ്ടർ ടോപ്പ് ഏതാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ കോമ്പിനേഷൻ എന്നുള്ള രീതിയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഗ്രാനൈറ്റ് പൗഡർ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് മറ്റതിനെക്കാട്ടി വെയിറ്റ് അധികമായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് പേര് ഏകദേശം ഒരു 15 കിലോത്തോളം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിലുണ്ടാവും ഇതെങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ വെക്കണം. ഇതിൻ്റെ യൂസൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇത് 9 ഇഞ്ചിലാണ് വരാം. ഇതിലും അതേപോലെ തന്നെ സ്ക്രാച്ച് ഒന്നും വരില്ല. പക്ഷെ ഇത് മറ്റതിനെക്കാട്ടും നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും പാടി ഇതിനൊന്ന് സൂക്ഷിച്ചും കൊണ്ട് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നമ്മളെ കിച്ചണിന്റെ ഏരിയ എങ്ങനെയാണോ, അത് അധികം ഏരിയ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ബോൾ എടുക്കുക. ഇനി അത് ഏരിയ കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോൾ ഉണ്ട്, അതെടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് ലാഭിക്കാനും പറ്റും. പിന്നെ ഡബിൾ ബോൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു ബോളിൽ നമുക്ക് നമ്മളെ വൃത്തിയാക്കാനുള്ള പാത്രങ്ങൾ ഒരു സൈഡിൽ വെക്കാം, അടുത്തേക്ക് ക്ലീൻ ചെയ്ത് വെച്ചത് അങ്ങനെ ആക്കിയിട്ട് ഒരു സൈഡിൽ നമുക്ക് ഇപ്പോൾ പാത്രങ്ങൾ എന്താ പറയുക സ്റ്റോക്ക് ചെയ്തിടാനും അടുത്ത സൈഡിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു രീതിയിലൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. അത് നമുക്ക് കുറച്ചുപാട് സ്പേസ് കുറച്ചുപാടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മോഡലാണ് ഡബിൾ ബോൾ ഉള്ള മോഡൽ. ഇനിയിപ്പോൾ എല്ലാ വലിയ അടുക്കളയാണ്, അത്യാവശ്യം ഏരിയ ഉള്ള അടുക്കളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ എടുത്താൽ മതി, സിംഗിൾ ബോൾ ആയിട്ടുള്ള എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SS മോഡലിന് വരുന്ന റേറ്റ് 950 റുപ്യാണ്. അത് ഇനിയിപ്പോൾ ഏതാണ് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് 18, 16, 8 ഇഞ്ചിലുള്ള മോഡലിനാണ് 950 റുപ്യ. അതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഏത് ഏരിയയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് അവരുടെ സൈസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിക്കാനുള്ള കാര്യങ്ങൾ, കൊറിയർ വഴി എത്തിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.